ഹായ് ഫ്രണ്ട്സ്, നൊയമ്പ് കാലമൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ നൊയമ്പ് കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരുപാട് മെനക്കേടൊന്നുമില്ല കേട്ടോ. ഇതിന് തേങ്ങ വറുക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരും, നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഒരു 1/2 കിലോയോളം ചെറിയ ഉള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തുന്ന സമയത്ത് ആ ചെറിയ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയ പീസൊന്നും ആക്കില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ഉള്ളി ആ എണ്ണയിൽ കിടന്നൊന്ന് വാടി കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരട്ടെ. നന്നായി വാടി വരുന്ന സമയം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്ന സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി സ്റ്റൗ ഓണാക്കി ചെറിയ തീയിൽ വെച്ചിട്ട് ഈ അരപ്പൊന്ന് മൂത്ത് കിട്ടണം, അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി. ആ പുളിവെള്ളം ലേശം വേദം ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് ഉപ്പാണ്. ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊടിയൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളിയിൽ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, അരപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഇരിപ്പുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അരപ്പൊക്കെ ഒന്ന് ആ ഉള്ളിയിലും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടണമല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മണ്ണൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ ഉപ്പൊക്കെ. ഇപ്പം നമ്മുടെ കറി പറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയ തീയിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് പിരിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചെറിയ തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ ഈ കറി കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നല്ല അടിപൊളി ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നോയമ്പ് കാലത്ത് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉള്ളിക്കറിയാണ് കേട്ടോ. ഉള്ളി കൊണ്ടുള്ള കറിയാണ്. വലിയ ചിലവൊന്നുമില്ല.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.